അതേടാ, അവന്റെ സമയം സൂപ്പറാ. വെടി വെച്ചാ പോലും കൊള്ളില്ല. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പണിപ്പെട്ടിട്ടും ഒന്നും അവിടെ ഏറ്റില്ലല്ലോ. ഹോ, എന്താണിപ്പ ചെയ്യാന്ന് പറഞ്ഞ ഈ ശങ്കുരു ഒന്ന് ആലോചിക്കട്ടെ. ഒരു പുക എടുക്കണ ഐഡിയ വരാൻ നല്ലതാ. വലിക്കടാ, ആഞ്ഞു വലിച്ചോ. ഐഡിയ ഇങ്ങോട്ട് പോരട്ടെ. എന്റെ അമ്മേ, കളയല്ലേ. ഒരു തകർപ്പൻ ഐഡിയ. എന്താ ഇത് ഏറ്റാൽ ഒന്നുകിൽ അവൻ ഇവിടം വിട്ട് ഓടിക്കോളും, അല്ലെങ്കിൽ നമ്മൾ ഇവിടം വിട്ട് ഓടേണ്ടി വരും. എന്താ പറയാം. ഏത് കോടീശ്വരനായാലും ശരി, ഈ ശങ്കരന്റെ കൂർമ്മ ബുദ്ധിയോട് അടുക്കിലിട ഒരുത്തനും അവനെ ഇവിടന്ന് ഞാൻ പറപ്പിക്കണം. നീ കണ്ടോ? നീ എന്താ കടന്ന് മുക്കണത്? നിനക്ക് വെളുക്കിരിക്കണ കാണാനല്ലോ. വരാതെ എങ്ങനെ കാണാനാ? വിട്ടെ നോക്കട്ടെ. വിട്. നീ കളവെടുക്കട്ടെ. വിട്ടെ, ഇങ്ങിട്ടെ. കറക്റ്റ്. പ്രാർത്ഥിച്ചോ. രാമ 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 ഭാഗ്യം രാമവാദം ചെയ്യ. മതി. ഈ മെഷീൻ അങ്ങോട്ട് പിടിച്ചേ, തള്ളിക്കേ. പിടിച്ചോ. നല്ല ഭാരമുണ്ട്. ഈശ്വര, അവനെ പറപ്പിച്ച് തരണേ. പിടിച്ചോ. ഇപ്പൊ ഞാൻ പറഞ്ഞു പോനെ കൊല്ലു ഞാൻ അരപ്പൊട്ടാ. ഇത് പിടിച്ചേ, നോക്കട്ടെ. കാണുന്നില്ലല്ലോ. വരട്ടെ. എത്തി. വിട്ടോ. കൊണ്ടില്ല, ജസ്റ്റ് മിസ്ഡ്. ഐഡിയ പൊളിഞ്ഞ്. വീണത് ശങ്കരു പോയി. പൊന്നങ്ങാമാരെ, വേണോന്ന് വെച്ച് വീണതല്ല, പറന്നു പോണ വഴിക്ക് വീണതാ. ക്ഷമിക്കണം. അങ്ങനല്ല, അതെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഓക്കെ ആയും ചെയ്തു. അവർക്ക് കഴിക്കാനൊന്നും കൊടുക്കണ്ടേ? ഇത് എന്നെ ഇപ്പൊ കഴിക്കുന്ന സംശയമാ. നമ്മളെ പോലെ നടക്കുന്നിടത്തുനിന്ന് കിട്ടിയത് വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടരല്ല ഇത്. തമ്പുരാക്കന്മാരാ. അവർക്കൊക്കെ എല്ലാത്തിനും ഒരു ചിട്ടവും കൃത്യമൊക്കെ ഉണ്ട്. വേഗം കൊണ്ട് കൊടുത്തോളൂ. എല്ലാം ഒരുക്കിയില്ലേ? ഐസക്കിനുള്ള ഭക്ഷണത്തില് എണ്ണ, എരിവ്, പുളി ഇതൊക്കെ ആവുന്നത്ര കുറയ്ക്കണം. ശരി തമ്പുരാൻ. പിന്നെ ചൂടുവെള്ളം, മെഴുക്കളക്കാനുള്ള താളി, രാസ്നാദി ചൂർണം എല്ലാം ഇല്ലേ? അതെല്ലാം ഉണ്ട്. എന്നാ പിന്നെ താമസിക്കണ്ട. ശരി. അമ്മായി എന്തായി പറയുന്നത്? പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇതുവരെ എത്തിച്ചതന്നെ ധാരാളം. അവക്ക് പഠിക്കണമെന്നുണ്ട് മാധവ. ഇനിയിപ്പോ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം. ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കുട്ടിയല്ലേ. അതിന്റെ പഠിപ്പ് മുടക്കാന്ന് പറഞ്ഞാ ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. അതൊക്കെ ദൈവം പുറത്തോളും. എന്റെ കഷ്ടപ്പാട് ദൈവത്തിന് നല്ലോണം അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് അല്ലറച്ചില്ലറ ജോലിയേ ഉള്ളൂ. അവര് സ്വന്തം കുട്ടിയെ പോലെ നോക്കുകയും ചെയ്യും. തെല്ലും മുനയും പൊട്ടാണ്ട് മാസാമാസം 3000 രൂപ ശമ്പളമായിട്ട് കൈ കിട്ടുന്നതാ. എന്തായാലും ഈ കയ്യിലൊരു ചെയിൻ സ്വർണത്തിന്റെയാ? ഏയ്, ഇന്നലെ ഇതിലൊരു വളച്ചട്ടി പോയപ്പോ 25 രൂപ കൊടുത്ത് വാങ്ങിയതാ. പെട്ടെന്ന് കണ്ടപ്പോ സ്വർണ്ണമാണെന്ന് തോന്നി. അയ്യോ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ കളിയാക്കാണല്ലേ? എനിക്കറിയാം. ഒരു കുരങ്ങനെ പോലെ എന്നെ കളിപ്പിച്ച് നീ നിന്റെ മറ്റവന്റെ കൂടെ നടക്കുന്നു. അയ്യോ, ദൈവത്തോടത്ത് പോയി ഇവിടുന്ന്. ഇല്ല, ഞാൻ പോവില്ല. നിക്കവിടെ, എനിക്കറിയണം. എന്താണ് നിനക്ക് അറിയേണ്ടത്? ഞാൻ വീട്ടിൽ കയറി ഒന്ന് പെമ്പിളാരെ കയറി പിടിക്കുന്നതാ.
ഇവൻ എനിക്കറിയില്ല അച്ഛാ. ഇവിടെ അടുത്തുള്ളൊരു ചെക്കനാ. സ്വഭാവത്തിൽ കുറവ് അതിന്. കൊല്ലണം നായിന്റെ മോനെ. വേണ്ട മാധവ, ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാ. അതിന് പ്രാന്താ. പ്രാന്താണെങ്കിൽ വല്ല ആശുപത്രിയിലും കൊണ്ടുവരണം. കള്ളപ്പന്നി. നിന്റെ വിഷമം എനിക്കറിയാം. നിനക്ക് അടി കിട്ടാനുള്ള കാരണക്കാരൻ ആ പടക്കാരൻ തെണ്ടിയ. പക്ഷെ നീ തളരരുത്, പിടിച്ചു നിൽക്കണം. എവിടെ പിടിക്കാൻ? അവന്റെ പൊള്ളച്ചങ്കിന് തന്നെ. നമ്മൾ പിടിക്കണ്ട, പിടിപ്പിക്കണം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വേണമെന്ന് എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതാണ് പ്രമാണം. ഒരു സ്മോൾ ശങ്കര. വേണ്ട, കഴിച്ച ശീലല്ല. നിനക്കിപ്പോ പണിയൊക്കെ ഇല്ലേടാ? പൂവ് അത്യാവശ്യം അല്ലറ ചില്ലറ. നീ വന്നെന്തിനാണ് നിന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല? അത് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ എന്തിനാടാ ഇത്ര ആലോചിക്കുന്നത്? നീ പറയേ. അത് പിന്നെ മാധവേട്ടൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. അല്ല, വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതാ. ഇല്ലടോ, പറയേ. ഇതാണ് ആ ബംഗ്ലാവ്. ആ ഭാഗത്തുണ്ടാവല്ലേ? ഉണ്ടാവും. മാധവേട്ടൻ ധൈര്യമായിട്ട് വെക്കോ. ചോദിച്ചതിന് തർക്കുത്തരം പറഞ്ഞാലേ അപ്പ പിടിച്ച പൊള്ളച്ചെങ്കിന് ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, മാധവേട്ടൻ പൊക്കോ, ഞാനിവിടെ നിന്നോളാം. മുള്ളും മുള്ളും കൂടി ഇപ്പൊ കൂട്ടി മുട്ടും. ഓ, നിങ്ങൾ പറയുന്നൊക്കെ കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയെ ജോലിക്ക് അയക്കുന്നതൊക്കെ വളരെ സങ്കടമല്ലേ? നിങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട ക്വാളിഫിക്കേഷൻ നൽകി വളർത്തിയെടുക്കുകയല്ലേ വേണ്ട മിസ്റ്റർ മാധവൻ? നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ടുകൂടി പറയാണ്. മീനാക്ഷിയുടെ പഠിത്തത്തിന് എന്ത് ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. അല്ല, അത് ഞാൻ മിസ്റ്റർ മാധവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എനിക്കറിയാം. ദേ കാശ്. ആ. സമയമായി. ഇത് വെച്ചോളൂ. അയ്യോ, സാരമില്ല. ഓ, വെച്ചോളൂ. ഈ മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിൽ കഴിഞ്ഞൂടെ? താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു ജോലി ഞാൻ ശരിയാക്കാം എൻ്റെ കമ്പനി. ശരി സാർ. അപ്പൊ ഞാൻ അറിയിക്കാം. പൊയ്ക്കോളൂ. ഇത് ഈ കരയിൽ പുതിയതാണല്ലോ. കണക്കിന് കൊടുത്തിട്ടുണ്ടാവും. നന്നായി പെരുമാറിയല്ലേ? ഇനി പറഞ്ഞോളും. ഇന്നാട്ടിൽ വന്ന് അവന്റെ പെൺവിഷൻ ഇനി ഉണ്ടാവില്ല. തങ്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് തെമ്മാർത്തരം പറയുന്നത് തേണ്ടി. കയ്യിലിരിക്കുന്ന കാറ്റും കൊടുത്ത് ഞാൻ കള്ള അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാളെന്തിനാ എന്നെ തല്ലിയത്? ഇനി ആള് മാറിപ്പോയാ?